ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുഴുത്ത 2 കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ഒരു സ്ട്രക്ചറൊക്കെ കിട്ടും കേട്ടോ. ആ നീളവും വീതിയൊക്കെ ഒരുപോലെ കിട്ടും. ഇനി ഇത് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കഴുകിയെടുക്കാം. അതിൻ്റെ ആ ഒരു കൊഴുപ്പൊന്ന് പോയി കിട്ടാനാണ്. ഇനി കുറച്ച് വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു കുറച്ച് കുക്കാക്കി എടുക്കേണ്ട കാര്യമുണ്ട്. നമുക്കിത് ഓവർ കുക്കായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കിഴങ്ങിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി. നോക്കിക്കൊണ്ടിരിക്കണം. തിളച്ച് ഓവറായി പോകുന്നുണ്ടോ, വെന്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് വറുത്ത് കോരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടേത് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. വെള്ളം അംശം ഒട്ടും കാണാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഇട്ടിട്ട് അതിലേക്ക് ഇത് പെറുക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം ടിഷ്യൂയിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഒന്ന് നിരത്തി ആറുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് കിടന്ന് മുരിഞ്ഞോട്ടെ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം വെച്ചാൽ മതി. കട്ട പിടിക്കുകയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ചിക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഐറ്റമാണ്. കുട്ടികളെയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടേത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എണ്ണയിൽ നിന്ന് ടിഷ്യൂ ഇട്ടിട്ട് അതിലോട്ട് തന്നെ ഇട്ടാൽ മതി. ഓയിലി ആയതുകൊണ്ട് കുറച്ച് എണ്ണയെങ്കിലും ഇത് നമ്മൾ ടിഷ്യൂ പിടിച്ചോളും. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സോസും ഒക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിർബന്ധം പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ ഒരു സെക്ഷൻ ഞാൻ കോരി മാറ്റി അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചൊരു മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സോസൊന്നും കൂട്ടാതെ നമുക്ക് കഴിക്കാനും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചോറിന് കൂട്ടത്തിൽ ഇത് കൊടുത്തു വിടാം കേട്ടോ. ഞാൻ പാർക്കുട്ടിക്കോ അല്ലെ കുട്ടനും കൊണ്ടുപോയി ആദ്യം ഉണ്ടാക്കിയത് എരിവൊന്നും ചേർക്കാത്തത് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും നന്നായിട്ട് കഴിച്ചു അത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.